ഇവിടെയാണ് നമ്മളെ മിക്കപാടും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സിനിമ കണ്ടറിയാം എന്താണ് മിസ്റ്റർ അൺപ്രഡിക്റ്റബിൾ പറയുന്നത്. ഓഫ് റോഡ് ഗായ്. ഹലോ ഗായ്സ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ മംഗൾ ഡാമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മംഗൾ ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി, ഞാനൊരു കാർ എടുത്തായിരുന്നു, ചെറിയ സെക്കൻഡ് ഹാൻഡ് വലിയൊരു കാർ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള റിവ്യൂ തരാമെന്ന് വെച്ചു. എന്തൊക്കെയാണ് അതിൽ ഞാൻ എടുത്ത സമയത്ത് എനിക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ലോസ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം മംഗൾ ഡാമിനെ കുറിച്ചാണ്. മംഗൾ ഡാമിൽ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഗൂഗിൾ പേ സൗകര്യം അവിടെ അവൈലബിൾ അല്ല. ക്യാഷ് ഓൺലിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ പുറത്ത് ATMൽ പോയി ക്യാഷ് എടുത്തിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ പുറമെയുള്ള കടകളിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ 100 രൂപ കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ ആ 100 രൂപ തരുന്നതായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കയറുന്നത്. സാധാരണ പെട്ടിക്കടലിൽ പോലും QR കോഡ് സൗകര്യം ഉള്ള സമയത്ത് ഇവിടെ ഇത്രയും വലിയ സ്ഥാപനമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തോ അല്ലെങ്കിൽ ഗൂഗിൾ പേ സ്കാനർ പോലും അവൈലബിൾ അല്ല. അത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്ന് വരെ അത് സ്ഥാപിക്കാൻ പറ്റില്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. എല്ലാവരും കൂടുതലും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ സൗകര്യം ഉള്ളതുകൊണ്ട് അത് അവിടെ വെക്കായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബാക്കി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ പറയാം. ഇനി നമുക്ക് നമ്മുടെ നേരെ വ്ളോഗിലോട്ട് പോവാം. ഞാൻ ഈ വണ്ടി എടുത്തിട്ടുള്ളത് വെറും 68,000 രൂപയ്ക്കാണ്. അതിൽ മെയിനായിട്ട് എനിക്ക് വന്നിട്ടുള്ള ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ 4 ടയറുകൾ മോശമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് സെയിം മാച്ചിങ് ആയിട്ടുള്ള ടയർ ആയിരുന്നില്ല. അത് എനിക്ക് നോക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ പോയിട്ട് കളക്ട് ചെയ്തത്. അന്ന് വണ്ടി ഓടിച്ചതും അവൻ തന്നെയാണ്. അപ്പോൾ അവൻ ഓടിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. അതായത് വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അലൈൻമെൻറ്റ് ശരിയായിരുന്നില്ല. കാരണം ലോറാം പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ലോറാം റെഡി ആക്കിയാലേ നമുക്ക് അലൈൻമെൻറ്റ് റെഡി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോറ മാറ്റേണ്ടി വന്നു. അതുപോലെ ഷോക്ക് അബ്സർ നമുക്ക് മാറ്റേണ്ടി വന്നു. പിന്നെ ടയർ 4 പുതിയ ടയർ ഞാൻ മാറ്റി. കാരണം അത് ടയർ അതിൻ്റെ സെയിം ടയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബൾജ് ചെയ്തിട്ട് ടയറൊക്കെ ഒരുമാതിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ 4 ടയർ മാറ്റി. പിന്നെ വന്നിട്ടുള്ളത് AC ആണ്. AC ഗ്യാസ് കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ലീക്കായി പോകുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഞാൻ റെഡിയാക്കി. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം, അത് 68,000 രൂപയുടെ വണ്ടിയിലെ ബ്രോ, അപ്പം നമുക്ക് ചെറിയ പൈസക്കുള്ള വണ്ടിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും സാധാരണ. അത് നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും പറയാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചിലവാക്കുന്ന പൈസ 68,000 രൂപയ്ക്ക് ഒരു സൈക്കിളാണെങ്കിലും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എടുക്കുന്ന സമയത്ത് അത് പിന്നീടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിന് വരുന്ന ചിലവ് 10,000, 20,000, 30,000 നമ്മൾ ചിലവാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നീട് നമ്മളത് ഒരാൾക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പം ചിലവായ പൈസയും ഈ വാങ്ങിച്ച പൈസയും കൂടി കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇരട്ടി ചിലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് തന്നെ നമുക്ക് വരുന്ന മിസ്റ്റേക്കാണ്. അത് ഒന്നും അതിലൊരു 10 രൂപ പോലും നമുക്ക് കൂടുതൽ കിട്ടില്ല. ചിലപ്പോൾ ഈ 68,000 രൂപയ്ക്ക് നമ്മൾ വണ്ടി വാങ്ങിച്ച സമയത്ത് ഇതിന് കൊടുക്കുന്ന സമയത്ത് ഈ 68,000 തികച്ച് കിട്ടും തന്നെ ഒരു സംശയമാണ്. ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ഷെവർലെറ്റ് എന്നുള്ള ബ്രാൻഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ബ്രാൻഡുകൾക്ക് വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട്. നമ്മുടെ 2 വ്ളോഗ് കഴിഞ്ഞ ശേഷം പിന്നീട് വീഡിയോ കാര്യങ്ങൾ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗായ്സ്, വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയൊരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്കൊരു ഫാമിലി ഉള്ള സമയത്ത്, ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമുക്കൊരു വണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 1 lakhന് താഴെ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയ വണ്ടിയാണിത്. അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് കളറാണ് ഇതിൻ്റെ അട്രാക്റ്റിംഗ് ആയിട്ടുള്ളത്. ഞാൻ ഇതിൽ വേറെ വർക്ക് എന്താ ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ടയർ 4 മാറ്റിയിട്ടുണ്ടായിരുന്നു. ടയർ മാത്രമല്ല, അത്യാവശ്യം വണ്ടിക്കുള്ള സസ്പെൻഷൻ, അതുപോലെ ലോറമ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ മാറ്റി. ഇനിയിപ്പോൾ വണ്ടിക്ക് ചെറിയ പെയിൻറ്റിങ് വർക്കുകളുണ്ട്. ഇപ്പോൾ അടുത്ത മാസം ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പെയിൻറ്റിങ് വർക്ക് നമ്മളെല്ലാം ചെയ്യും. അതുപോലെ ഇൻറ്റീരിയലെല്ലാം നീറ്റാണ് കാണിച്ചിരുന്നത്. വണ്ടിയുടെ ഉള്ളിലത്തെ ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല റോയൽ ലുക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളിൽ സ്പേസ് വളരെയധികം കുറവാണ്. ഇപ്പോൾ നമ്മളൊരു മാരുതി സെന്നെ അതുപോലെ 800 ഒക്കെ എടുക്കുന്ന സമയത്തുള്ള സെയിം ഫീൽ തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്ര ബെറ്ററാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കാനും അതുപോലെ കൊണ്ടു നടക്കാനും. എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ എൻജിൻ സൈഡ് വരുന്നത്. 1000 cc ആണ് നമുക്ക് വരുന്നത്.
അത്യാവശ്യം കുഴപ്പമില്ല. ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. ബാങ്കിന് കിട്ടുമ്പോൾ ഈ കണ്ടീഷനിൽ തന്നെ വണ്ടി കിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ അത് പണിതിട്ടുള്ളത് ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ചെറിയ ക്ലച്ചിൻ്റെ കാര്യം അങ്ങനെയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തൊരു 6000-ത്തിനടുത്ത് നമുക്ക് ചെറിയ ചിലവുകൾ വന്നിട്ടുണ്ട് മൊത്തത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങൾ, ഇനിയിപ്പോൾ അക്സറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. ഇപ്പോൾ ഈ കളർ ഒറിജിനൽ സ്റ്റോക്ക് കളറാണ്. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ വണ്ടിക്ക് പറഞ്ഞിട്ടുള്ള ആ 5th ഓണർഷിപ്പാണ്. ആകെ 50,000 കിലോമീറ്ററാണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓടിയിട്ട് 54,000 സംതിങ് കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. പെർഫോമൻസ് എന്ന് പറയാനായിട്ട് അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് പവർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 1000 cc അത്യാവശ്യം പവർ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇനി കുറച്ച് ബെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പെയിന്റിങ്സ് ചെറിയ ചെറിയ ഓരോ തട്ടിലും മുട്ടിലും തട്ടിയതിൻ്റെ ആ ഒരു ചെറിയൊരു വർക്ക് തന്നെ ഉള്ളൂ. വലിയ പെയിന്റിങ്സ് ഒന്നും ഇല്ല. നമ്മൾ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം വലുതായിട്ടൊന്നും ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ ഈ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടി കാര്യങ്ങളൊക്കെ ഇടേണ്ട പോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കുള്ള ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം. ആഫ്റ്റർ ബിഫോർ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഈ ബമ്പർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ബമ്പർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വണ്ടിയുടെ എക്സോ സൗണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സൗണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാട്ടോ. വണ്ടി നമ്മൾ ഓൾട്ടർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി. സൗണ്ട് കാര്യങ്ങൾ കേട്ടത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ അല്ലറ ചില്ലറ കച്ചറ സൗണ്ടുകളൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്ത് തന്നെയാണ്. സൗണ്ട് കാര്യങ്ങളും മറ്റേ കടകട സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. പഴയ വണ്ടി എന്ന് പറയുമ്പോൾ അധികം ഓടാത്ത വണ്ടിയാണ്. ആകെ 50,000 സംതിങ് കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ. ലേഡിയാണ് ഈ വണ്ടി ആകെ ഓടിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയ പണി കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് എടുക്കാനായിട്ടില്ല. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും മാത്രമേ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ വലിയ വലിയ പണികളൊന്നും വണ്ടി ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ ഷോർട്ട് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ചെറിയൊരു വ്ളോഗാണ്. പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.